സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ റെഡ് ബെൽ യൂസ്ഡ് കാർസിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിലവിലിപ്പോൾ നമ്മളെടുത്ത് ഒരു 10ഓളം ക്രിസ്റ്റപ്പ് റെഡിയിലുണ്ട്. അപ്പോൾ ഈ 10ഓളം ക്രിസ്റ്റയാണ് നമ്മൾ കാണിക്കുന്നത്. G4 ഉണ്ട്, V ഉണ്ട്, Z ഉണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ട്, പിന്നെ മാനുവൽ ഉണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെടുത്ത് ഇനോവ നിങ്ങൾക്ക് അറിയാമല്ലോ, ടയോട്ടയുടെ വണ്ടികളാണെങ്കിൽ ഏത് വണ്ടിക്കും നമ്മളെ ബന്ധപ്പെടാം. അത് ഇറ്റിയോസ് ആവട്ടെ, അൾട്ടീസ് ആവട്ടെ, ലിവേ ആവട്ടെ, ഇനോവ ആവട്ടെ, ക്രിസ്റ്റ ആവട്ടെ, ഫോർച്യൂണർ ആവട്ടെ, ഏത് വണ്ടിക്കായാലും നമ്മളെ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളായിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാ രീതിയിലും നമ്മളെ കൂടെ പോരുക. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 10-11ഓളം വണ്ടി ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്റ്റപ്പങ്ങൾക്ക് റെഡിയിൽ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് പോവുകയാണ്. നമ്മൾ ഫസ്റ്റിലെ വണ്ടി 2000 KL 85D 0094 2014 മോഡൽ G4 ഓട്ടോമാറ്റിക്, അതായത് GX ഓട്ടോമാറ്റിക് പിന്നെ GX ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്ന വണ്ടിയാണിത്. ഗ്രേ കളർ വണ്ടിയാണ്. 2016 മോഡല്. 1,50,000 കിലോമീറ്റർ സർവീസോട് കൂടിയിട്ടുള്ള വണ്ടിയാണ് ഈ വണ്ടി. ഇതിനകത്ത് ആക്സിഡൻറ്റോ റീപ്ലേസോ ക്ലെയിമോ മേജറായിട്ടും മൈനറായിട്ടും ഒന്നും ഇല്ല. നിലവിൽ ഈ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം. 1,50,000 കിലോമീറ്ററുടെ വണ്ടി. നല്ല ഗ്രാനൈറ്റ് ഗ്രേ കളർ ഡിമാൻഡുള്ള കളറാണ്. മെറൂണ് ഗ്രാനൈറ്റ് ഗ്രേ കളർ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റയിൽ ഡിമാൻഡുള്ള കളറാണ് ഈ കളറ്. എന്തായാലും 16 GX ഓട്ടോമാറ്റിക് വണ്ടി, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 15,60,000 രൂപ. 15,60,000 രൂപക്ക് GX ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇത് DL10 CT 9412. നിലവിൽ ഡൽഹിക്കാരനാണ് വണ്ടി. ഓൾറെഡി മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലേക്ക് NOC എടുത്തിട്ടുണ്ട്, KL 84ലേക്ക്. ഈ വാഹനം നമുക്ക് എന്ത് ചെയ്യുക, KL 84 റീരജിസ്ട്രേഷൻ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. 2016 Z ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ പിന്നെ Z ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ടോപ്പ് എൻഡ് ഇതല്ല, ഇതിൻ്റെ നേരെ മുകളിലുള്ള വണ്ടി ടൂറിംഗ് സ്പോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിപ്പോൾ നമ്മളെ കയ്യിൽ റെഡിയിൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ നിലവിലുള്ള സ്റ്റോക്കിലുള്ള വണ്ടി ഇതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആയതുകൊണ്ട് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 2016 Z ഓട്ടോമാറ്റിക് 1,70,000 കിലോമീറ്റർ ഓടിയ നിലവിൽ ഫസ്റ്റ് ഓണർ വണ്ടി. ഇത് ഇവിടെ KLലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഓണർ ആവും. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 16,70,500 രൂപ. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി, ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല, കാര്യങ്ങൾ ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 16,70,500. നമുക്കൊരു 16,60 കിട്ടിയാൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത വണ്ടി 2000 KL 76, അതായത് കോഴിക്കോട് ജില്ലയിലെ നെന്മണ്ട RT ഓഫീസിൽ റീരജിസ്ട്രേഷൻ ചെയ്ത 2016 മോഡല് 17 രജിസ്ട്രേഷൻ വരുന്ന Z ഓട്ടോമാറ്റിക് വണ്ടിയാണിത്. Z ഓട്ടോമാറ്റിക് വണ്ടി ആണ്, മെറൂൺ കളറ്. നിലവിൽ ഈ വണ്ടിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ഈ വണ്ടി ലോ കിലോമീറ്ററാണ്. വെറും 70,000 കിലോമീറ്റർ, 67,000-ൽ 70,000-ൻ്റെ സർവീസ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ വണ്ടി. കോഴിക്കോട് ഷോറൂമിൽ നിന്ന് ചെയ്തതാണ്. പറയത്തക്ക ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്കകത്തില്ല. ഒരൊറ്റ ഹെഡ്ലൈറ്റ് മാത്രം ഷോറൂമിൽ നിന്ന് മാറിയതാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു റീപ്ലേസും ഈ വണ്ടിക്കകത്തില്ല. എന്തായാലും ഈ വണ്ടി 2016-17 അപേക്ഷിച്ച് നല്ല ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില എന്ന് പറയുന്നത് 16,90,000 രൂപ ഫിക്സഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി എന്തെങ്കിലും കച്ചവടം എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കുറവുകൾ നമുക്ക് ഇതിനകത്ത് വരുത്താൻ പറ്റുള്ളൂ. ഏറ്റവും ലോ കിലോമീറ്റർ Z ഓട്ടോമാറ്റിക്കലി റീരജിസ്ട്രേഷൻ വണ്ടിയിൽ വളരെ റെയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്രയും ലോ കിലോമീറ്റർ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ഇതിന് വില നമ്മൾ ആസ്ക് ചെയ്യുന്നത് 16,90,000 രൂപ. എന്തെങ്കിലും ചെറിയ ഒരു പൈസ നമുക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ MH മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഒരു 2017 G4 റീരജിസ്ട്രേഷൻ വണ്ടി, അതായത് MH രജിസ്ട്രേഷനിലാണ് നിലവിൽ ഈ വണ്ടി. നമ്മൾ NOC അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ല, അത്യാവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് NOC ഇത് മാറ്റി എടുത്തു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, KL 10ലേക്ക് നമ്മൾ ഈ വണ്ടി റീരജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. 2017 മോഡല് 1,70,000 കിലോമീറ്റർ ഓടിയ G4 വേരിയൻറ്റിൽ വരുന്ന GX അല്ലെങ്കിൽ 2.4G വേരിയൻറ്റിൽ വരുന്ന 2017 മോഡൽ വണ്ടി. 1,70,000 180-ൻ്റെ ഉള്ളിൽ ഓടിയ വണ്ടി. വേറെ പറയത്തക്ക റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സർവീസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പക്കയാണ്, പ്രോപ്പർ സർവീസാണ്.
നല്ല ഗ്രാനൈറ്റ് ഗ്രേ കളറിൽ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നല്ല സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയ മോഡലിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി, ന്യൂ ഷേപ്പിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന് നമ്മൾ KL ആക്കിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 14.5 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് KL ആക്കി കൊടുക്കാം. അല്ല ഇനി NOC-യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിത്ത് NOC-യിലും കൊടുക്കാം. 12,50,000 വിത്ത് NOC, അല്ലെങ്കിൽ 14,50,000 വിത്ത് KL ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത വണ്ടി 2017 മോഡൽ KL 11 കോഴിക്കോട് റീ രജിസ്ട്രേഷൻ ചെയ്ത 2017 G4 മാനുവൽ ക്രിസ്റ്റ, ബ്രോൺസ് കളർ വണ്ടിയാണ്. നിലവിൽ ഈ വാഹനം ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങൾ മേജറായിട്ടൊന്നും ഇല്ല. അതുപോലെ അഡീഷണൽ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്റ്റെപ്പ്, പിന്നെ ബാക്കിലെ ക്രാഷ് ഗാർഡ്, പിന്നെ ഡോർ വൈസർ, റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടുണ്ട്. അത് ഏകദേശം നമ്മുടെ ഒരുവിധം വണ്ടിയിലൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ നീട്ടിപ്പരത്തി കഥ പറയാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബോറ് വേണ്ടെന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ട് നമ്മൾ പറയാത്തത്. എന്തായാലും 2017 വണ്ടി, 1,90,000 കിലോമീറ്റർ സർവീസുള്ള വാഹനമാണ് ഈ വണ്ടി. ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14,60,000 രൂപ. 14,60,000 രൂപക്ക് വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ്. പിന്നെ ഈ വണ്ടികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. നമ്മൾ ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ എടുത്ത് പറയുന്നില്ല. പിന്നെ ലോൺ ഫെസിലിറ്റി ഉണ്ട്. ലോൺ വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യുക, ശരാശരി 1 രൂപ 2 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായാൽ ഈ വാഹനങ്ങളൊക്കെ ഇറക്കി കൊണ്ടുപോകാം. പിന്നെ നമ്മൾ പറയുന്നുണ്ടല്ലോ, ലോണിൻ്റെ ഡോക്യുമെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നികുതി ചീട്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഫിനാൻസറുടെ നമ്പർ നമ്മൾ തരും, ബാങ്കിൻ്റെ നമ്പർ തരും, അവരുമായിട്ട് ഡീൽ ചെയ്യാം. വേറെ പിന്നെ പറയത്തക്ക സംഗതികളൊന്നുമില്ല. പിന്നെ ക്രിസ്റ്റയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ക്രിസ്റ്റ നമ്മളെ കയ്യിൽ ഇനിയിപ്പോൾ 2016 Z ഓട്ടോമാറ്റിക് ഉണ്ട്, വേറെ വണ്ടി വൈറ്റ് കളറിൽ. 2017 G4 ഓട്ടോമാറ്റിക് വൈറ്റ് കളറിലുണ്ട്. 2018 വണ്ടിയുണ്ട്. പിന്നെ അതുപോലെ ഗ്രേ കളറിൽ G4 ഓട്ടോമാറ്റിക് വണ്ടി. എന്തായാലും അടുത്ത വണ്ടി 2018 വണ്ടി തന്നെയാണ്. കണ്ണൂർ ജില്ലയിൽ KL 59 തളിപ്പറമ്പ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണിത്. 2018 വണ്ടി. ഇതും അതുപോലെ തന്നെ പ്രോപ്പർ സർവീസ് 140, 150, 160, 170 വരെ കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. 18 വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില എന്ന് പറയുന്നത് 15.25 ലക്ഷം രൂപ. 15.5 ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കുക. അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇതുപോലെ തന്നെ ബാക്കിലെ ക്രാഷ് ഗാർഡ് ഉണ്ട്, പിന്നെ സൈഡ് സ്റ്റെപ്പ്, റൂഫ് റെയിൽ, ഡോർ വൈസർ, നല്ല ആൻഡ്രോയിഡ്, അടിച്ചാപ്പൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും അതുപോലെ തന്നെ മേജറായിട്ടും മൈനറായിട്ടും ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് വണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫോർമാനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ ആളുകൾ വന്ന് വില പറഞ്ഞ് കച്ചവടം ഉറപ്പിച്ച് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യുക, ചെക്കിങ്ങിന് നമ്മൾ വിട്ടുകൊടുക്കും. അവർക്ക് അറിയുന്ന എവിടെയാണ് കൊണ്ടുപോയി നോക്കിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരിക. അവർ തരുന്ന പൈസ നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കും. നോട്ടുകെട്ട് വരെ നമ്മൾ മാറ്റൂല. അവർ തരുന്ന ആ സീരിയലിലുള്ള അതേ പൈസ തിരിച്ചങ്ങ് കൊടുക്കുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പിന്നെ ഒരു വണ്ടി എന്ന് പറയുന്നത് 2018. ഇതും 18 വൈറ്റ് കളറിലുള്ള ന്യൂ ഷേപ്പ് ആക്കിയിട്ടുള്ള വണ്ടി. അഡീഷണൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ, ഫീച്ചേഴ്സ് അല്ല, അഡീഷണൽ ഫിറ്റിങ്സ് പറയുമ്പോൾ ഒരുപാട് സംഗതികൾ ഇതിനകത്തുണ്ട്. ഇത് GX+ ആണ് വണ്ടി. സ്റ്റാറിങ്ങിൽ വോളിയം കൺട്രോൾ കാര്യങ്ങൾ, നല്ല സീറ്റ് കവർ, ആൻഡ്രോയിഡ്, പിന്നെ സൈഡ് സ്റ്റെപ്പ്, ബാക്കിൽ ക്രാഷ് ഗാർഡ്, റൂഫ് റെയിൽ, ഡോർ വൈസർ, ക്യാച്ച് കവർ, ഡോർ ബീഡിങ്, വീലാർച്ച്, ഇങ്ങനെ A to Z ഇതിനകത്ത് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ചെയ്യാനുള്ള ഒരു പൈസ മുടക്കാനുള്ള ഒരു അവസരം ഈ വണ്ടിക്കകത്ത് എവിടെ ഇല്ല. അത്രയും ഫിറ്റിങ്സ് ഈ വണ്ടിമേൽ ഓൾറെഡി ഉണ്ട്. എന്തായാലും KL 57 കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഈ വണ്ടി. നിലവിൽ സെക്കൻഡ് ഓണറാണ് വണ്ടി. ഏറ്റവും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്ററിൽ ലോ ആണ്. വെറും 80,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണിത്. റീ രജിസ്ട്രേഷൻ വണ്ടിയിലൊക്കെ 1ൻ്റെ താഴെ എന്ന് പറയുന്ന വണ്ടികൾ നമ്മുടെ കയ്യിൽ തന്നെ 1-2 വണ്ടികളേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്ന വില എന്ന് പറയുന്നത് 2018 GX+ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 16 ലക്ഷം രൂപയാണ്. നമുക്കൊരു 15 ലക്ഷത്തി നമ്മളെ പിന്നെ കസ്റ്റമേഴ്സിന് നമുക്കൊരു 15,70,000 രൂപ കിട്ടുകയാണെങ്കിൽ ഫൈനലായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ ഇനിയും ക്രിസ്റ്റ ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 10ഓളം വണ്ടിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്റ്റ ഓൾറെഡി ഒരു 5 വണ്ടിയോളം നമ്മളെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഉണ്ട്. എന്തായാലും എന്ത് ചെയ്യുക, നമ്മൾ ക്രിസ്റ്റയുടെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ആളുകൾ വീണ്ടും ഞാൻ പറയുകയാണ്, മാക്സിമം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നല്ല രീതിയിലാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.